ഇന്ന് നമുക്ക് സെറ്റ്സിലെ ഫസ്റ്റ് എക്സസൈസ് സോൾവ് ചെയ്യാം. സെറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. പിന്നെ നമ്മൾ പഠിച്ചത് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് ആണ്. നമുക്ക് രണ്ട് വിധത്തിൽ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ റോസ്റ്റർ ഓർ ടാബുലാർ ഫോം ആൻഡ് ദ സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ്. Which of the following are sets? Justify your answer. First sub-question. The collection of all the months of a year beginning with the letter J. നമുക്കറിയാം ജയിൽ തുടങ്ങുന്ന മന്ത്സ് അല്ലെങ്കിൽ മാസങ്ങൾ ഏതൊക്കെയാണ്? ജാനുവരി, ജൂൺ, ജൂലൈ. It is a well-defined collection. So, that is a set. Second one. The collection of 10 most talented writers of India. മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ്. അത് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു റൈറ്റർ ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ 5 ആൾക്കാർ ഇരുന്ന് പറയുകയാണെങ്കിൽ ഓരോ ആൾക്കും ഓരോ അഭിപ്രായം ആയിരിക്കും, അല്ലെ? ഓരോ റൈറ്റേഴ്സിനെ ആയിരിക്കും ഇഷ്ടം. അതൊരു വെൽ ഡിഫൈൻഡ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ, അതും എന്ത് പറയാം? ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ആളായിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പലർക്കും പല അഭിപ്രായം, പല ഒപ്പീനിയൻ ആയിരിക്കും. സോ അതും എന്തല്ല, ഒരു സെറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫൈൻഡ് അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആണോ? അല്ല. എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾക്കത് വേറെ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സോ ദാറ്റ് ഈസ് എ സെറ്റ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ. ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അതായത് 100-ൽ കുറവായ എണ്ണൽ സംഖ്യകൾ. അതും എന്താണ്? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് എ സെറ്റ്. നെക്സ്റ്റ് വൺ. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസിന്റെ കളക്ഷൻ. അതും വെൽ ഡിഫൈൻഡ് ആണ്. നമുക്കത് അറിയാൻ പറ്റും എത്രയാണ്, എങ്ങനെയാണെന്ന്. നെക്സ്റ്റ് വൺ. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻഡിജേഴ്സ്. ഈവൺ ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ്? ഈവൺ ഇൻഡിജേഴ്സ് 2, 4, 6, 8 എക്സെട്ര. അതും എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. സോ ദാറ്റ് ഈസ് എ സെറ്റ്. Then the collection of questions in this chapter. അതും വെൽ ഡിഫൈൻഡ് ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ് ഈസ് എ സെറ്റ്. ദെൻ ദ ലാസ്റ്റ് വൺ. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഡേഞ്ചർ എന്ന് തോന്നുന്ന ആനിമൽ ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത്. പല ആൾക്കാർക്കും പല ആനിമൽസ് ആയിരിക്കും മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് തോന്നുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. സോ ദാറ്റ് ഈസ് നോട്ട് എ സെറ്റ്. Okay, let's take second question. Let A equal to set 1, 2, 3, 4, 5, 6. Insert the appropriate symbol belongs to or doesn't belongs in the blank spaces. Already നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബിലോങ്സ് ടു അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. 5-A. അതായത് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. അതായത് എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ആണ് ഈ 1, 2, 3, 4, 5 and 6 എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5-A. അതായത് 5 എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ 5 എയിലെ ഒരു മെമ്പർ ആണോ, എയിലെ ഒരു എലമെന്റ് ആണോ? നമുക്കറിയാം 5 എന്ന് പറയുന്നത് എയിലെ ഒരു മെമ്പർ ആണ് അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? 5 ബിലോങ്സ് ടു എ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. 8-A. 8 എന്ന് പറയുന്നത് ഈ എയിലെ ഒരു മെമ്പർ ആണോ? അല്ല. സോ does not belong. Okay, third question. 0-A. 0 belongs to ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? 0 doesn't belongs to A. Then next one. 4-A.
എയിലെ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണോ 4? ആണ്. അങ്ങനെയാണെങ്കിൽ 4 belongs to A. Next one, 2-A. ഇനി നിങ്ങളും ചെയ്ത് നോക്കൂ. 2 എയിലെ ഒരു മെമ്പർ അല്ലേ? ആണ്. So 2 belongs to A. And the last one, 10-A. 10 എന്ന് പറയുന്ന എലമെന്റ് എ എന്ന സെറ്റിൽ ഇല്ല. So 10 does not belong to A. Clear ആണല്ലോ? Okay, let's take third question. Write the following sets in roster form. എന്തായിരുന്നു റോസ്റ്റർ ഫോം? റോസ്റ്റർ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയായിരുന്നു റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക? By listing the members in curly brackets and separating them by commas. അതായത് റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെമ്പേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേളി ബ്രാക്കറ്റിനുള്ളിലാണ്. അതുപോലെ ഓരോ എലമെന്റ്സും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം? പുട്ടിങ് കോമാസ്. കോമാസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A equal to set of all x such that x is an integer and 3 less than x less than 7. അതായത് set of all x such that x is an integer and -3 less than x less than 7. x എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. ഇന്റിജേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0. ഇതാണ് ഇന്റിജേഴ്സിൽ ഉൾപ്പെടുന്നത്. അപ്പോ എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. അതേസമയം കണ്ടീഷൻ ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? -3ക്കും 7നും ഇടയിലാണ്. -3ക്കും 7നും ഇടയിലുള്ള ഇന്റിജേഴ്സ് ഏതൊക്കെയാണ്? -3 കഴിഞ്ഞാൽ -2, -1, 0, 1, 2, 3, 4, 5 ആൻഡ് 6. ഓക്കെ, കേളി ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ എലമെന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെയിം വേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ എലമെന്റിന്റെയും കോമ ഇട്ടിട്ട് സെപ്പറേറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. B equal to set of all x such that x is a natural number less than 6. x ഒരു നാച്ചുറൽ നമ്പർ ആണ്, അതായത് എണ്ണൽ സംഖ്യയാണ്. ലെസ് ദാൻ 6, 6ൽ കുറവായ ഒരു എണ്ണൽ സംഖ്യയാണ് x. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? യെസ്, B equal to set 1, 2, 3, 4, 5. ലെസ് ദാൻ 6 ആണ്. അപ്പോൾ 6 ഉൾപ്പെടില്ല, 6ൽ കുറവായത്. ഓക്കെ, തേർഡ് വൺ. C equal to the set of all x such that x is a 2-digit number such that the sum of its digits is 8. x എന്ന് പറയുന്നത് ഒരു 2-ഡിജിറ്റ് നമ്പർ ആണ്, രണ്ടക്ക സംഖ്യയാണ്. അതുപോലെ ആ നമ്പറിന്റെ ഡിജിറ്റ് സം അല്ലെങ്കിൽ ഡിജിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 8 കിട്ടണം. ഏതൊക്കെ സംഖ്യകളുടെ ഡിജിറ്റ്സ് ആഡ് ചെയ്താലാണ് 8 കിട്ടുക? നമുക്ക് 1ൽ തുടങ്ങാം. സോ 70. 70നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 71 എഴുതാം. കാരണം റോസ്റ്റർ ഫോമിൽ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ 26, തിരിച്ചിട്ട 62, ദെൻ 35, തിരിച്ചിട്ട 53, ദെൻ 44, and last one 80. Okay, next one. D equal to the set of all x such that x is a prime number which is divisor of 60. Divisor of 60. അതായത് 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. എന്തൊക്കെയായിരുന്നു അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ? ഏതൊക്കെയായിരുന്നു? അതായത് ആ സംഖ്യകളുടെ ഘടകങ്ങൾ അല്ലെ ഫാക്ടേഴ്സ് എന്തായിരിക്കണം? ഒന്നും അതേ സംഖ്യയും തന്നെ ആയിരിക്കണം. പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 2, 2, 3, 5, 7, 11, 13, etc. ഇതായിരുന്നു പ്രൈം നമ്പേഴ്സ്. സോ നമുക്ക് വേണ്ടത് ഇതാണ്, 60നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ.
ഏതൊക്കെയാണ്? യെസ്, 2, 3 and 5. Next question. E equal to the set of all letters of the word trigonometry. Trigonometry letters. Okay, ഏതൊക്കെ വരാം? T, R, I, G, O, N. പിന്നെ ഒരു O വരുന്നുണ്ട്. റിപ്പീറ്റേഷൻ അലൗഡ് ആണോ റോസ്റ്റർ ഫോമിൽ? അല്ല, റോസ്റ്റർ ഫോമിൽ റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. സോ O പിന്നെ വരില്ല. M വരും, E വരും. T വരുവോ? ഇല്ല, കാരണം ഓൾറെഡി നമ്മൾ T എഴുതി. R വരുവോ? ഇല്ല, R ഓൾറെഡി എഴുതി. പിന്നെ ഏതാണ് വരിക? Y. സോ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. റോസ്റ്റർ ഫോമിൽ എന്തില്ല? റിപ്പീറ്റേഷൻ അലൗഡ് അല്ല, അതായത് റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. F equal to the set of all letters of the word better. ഓക്കെ, ഏതൊക്കെയാണ്? B, E, T, R. റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. അതിൽ ഒരു കാര്യം, മലയാളം മീഡിയം കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വേർഡ്, ഇപ്പൊ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിവൈസർ ഇങ്ങനെയുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് അതൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. എപ്പോഴും ആ ഒരു മലയാളത്തിൽ തന്നെ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ എന്താണ് പ്രൈം നമ്പർ? അഭാജ്യ സംഖ്യ. അപ്പൊ പ്രൈം നമ്പർ കണ്ടാൽ അത് മനസ്സിലാക്കണം അതെന്താണെന്നുള്ള. അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾ തന്നെ വരുത്തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the following sets in the set builder form. Set builder form എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോമിൽ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ആ ഒരു ഫോമിൽ നമ്മൾ ഇതിനെ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ട് 3, 6, 9, 12. ഇതിന് നമ്മൾ സെറ്റ് ഓഫ് എന്താണ്? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അതായത് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വൈസിൽ നമ്മൾ ഇതിനെ എഴുതാൻ നോക്കണം. ഓക്കെ, എങ്ങനെ എഴുതാം? ഈ നമ്പേഴ്സ് 3, 6, 9, 12 അതൊക്കെ എന്ത് ഇതാണ്? 3ന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. സോ അങ്ങനെയാണ് നമുക്ക് എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n. 3 എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾസ് ഓഫ് 3 അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങൾ. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. അതായത് സ്മോൾ n എന്ന് പറയുന്നത് എവിടുത്തെ നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. അത് മാത്രം മതിയോ? പോരാ, കാരണം അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. 3 മുതൽ 12 വരെ നമ്പേഴ്സ് ഉള്ളൂ. n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 3 കിട്ടും. n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 3 2s are 6. n-ന് 3 കൊടുത്താൽ 3 3s are 9. n-ന് 4 കൊടുത്താൽ എന്ത് വരും? 3 into 4 equal to 12. അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഇവിടെ ഇല്ല. അപ്പൊ അവിടെ ആ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമുക്ക് വെക്കണം. n-ന് നമ്മൾ 1 മുതൽ 4 വരെയാണ് കൊടുത്തത്, വാല്യൂസ് കൊടുത്തത്. സോ 1 less than or equal to n less than or equal to 4. അതായത് n എന്ന് പറയുന്നത് 1ഉം 4ഉം പിന്നെ അതിനുള്ളിലുള്ള വാല്യൂസ്. n എന്ന് പറയുന്നത് 1നും 4നും ഇടയിലുള്ള വാല്യൂസും പിന്നെ എന്തുകൂടി വരും? 1ഉം വരും 4ഉം വരും. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്പേഴ്സ് കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. 2, 4, 8, 16, 32. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് ഇങ്ങനെ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു റിലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു നമ്പേഴ്സിന് പെക്യുലാരിറ്റി ഉണ്ടോ നോക്കാം. 3, 2 into 2 into 2, 8. 2 raised to 4, 2 into 2 into 2 into 2, that's equal to 16. 2 raised to 5, 2 into 2 into 2 into 2 into 2, 32. സോ ഈ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ എന്താണ്? 2 raised to something ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? The set of all x such that x equal to 2 raised to n. അതായത് 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5 എന്നാണ് നമ്മൾ കൊടുത്തത്. സോ x equal to 2 raised to n. n belongs to n and n-ന് നമ്മൾ ഏത് മുതൽ വാല്യൂ കൊടുത്തത്? 1 മുതൽ 5 വരെയാണ് കൊടുത്തത്.
So 1 less than or equal to n less than or equal to 5. അതായത് 1ഉം 5ഉം ആണ് കൊടുത്തത്. 1ഉം 5ഉം അതിനകത്ത വാല്യൂസ്. അപ്പൊ എന്താണ് 1ഉം 5ഉം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 5, 25, 125, 625. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ നമ്പേഴ്സ് 5, then 5 square 25, 5 cube 125, 5 raised to 4 625, 5 ഘാതം 4. അതായത് പവേഴ്സ് കൊടുത്ത 5ന്റെ പവേഴ്സ് കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു സീക്വൻസ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം? The set of all x such that x equal to 5 raised to n, n in n, and x ന് എവിടെ മുതൽ എവിടെ വരെ എന്ന് വാല്യൂ കൊടുത്തോ? 1 മുതൽ 4 വരെ. So 1 less than or equal to n less than or equal to 4. Okay, next question. Set 2, 4, 6, 8, etc. So ഇതെന്ത് നമ്പേഴ്സ് ആണ്? ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സ് ആണ്. ഈവൺ നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 2 അല്ലെങ്കിൽ 2ന്റെ ഗുണിതങ്ങളായിട്ട് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? The set of all x such that x equal to 2n, n belongs to n. ഇവിടെ ഒരു കണ്ടീഷൻ വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു കണ്ടീഷൻ വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കണ്ടീഷൻ വെക്കാത്തത്? കാരണം ഇത് 2, 4, 6, 8 എക്സെട്ര ആണ്. ലിമിറ്റ് ഇല്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നമുക്കൊരു കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ 5th question. Set 1, 4, 9, etc. 100. 1, 4, 9, etc. 100. ഇത് ഏത് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്? These are the perfect squares. അല്ലേ? 1 square, 2 square, 3 square, 4 square, 5 square. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ algebraic ഫോം അല്ലെങ്കിൽ എങ്ങനെ പറയാം? n square എന്ന് പറയാം. So the set of all x such that x equal to n square, n belongs to n, and അതായത് ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട് 1 മുതൽ 100 വരെ. 1 square, 2 square, 3 square, etc. 10 square ആണ്. സോ 1 മുതൽ 10 വരെയാണ് വാല്യൂസ് കൊടുത്തത്. സോ 1 less than or equal to n less than or equal to 10. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കുറെ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതൊന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5th one. List all the elements of the following sets. അതായത് കണ്ടീഷൻ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെറ്റ് ഫോമിൽ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, set of all x such that x is a odd natural number. x എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ്. ഏതൊക്കെയാണ് ഒറ്റ സംഖ്യ? 1, 2, 3, 5 etc. സോ നമുക്ക് എഴുതാം a equal to എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ a equal to 1, 3, 5 etc. കാരണം ആ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് അത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, b equal to set of all x such that x is an integer. -1/2 less than x less than 9/2. അതായത് അതൊരു ഇന്റിജർ ആണ്. ഇന്റിജർ എന്താ നമ്മൾ മുന്നേ പറഞ്ഞു, എന്തായിരുന്നു? പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, 0. ഈ നമ്പേഴ്സ് എന്താണ് വരുന്നതാണ് ഇന്റിജേഴ്സ്. സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2ക്കും 9/2ക്കും ഇടയിലാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇവിടെ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ -1/2 9/2 ഇൻക്ലൂഡഡ് ആണ്, ഉൾപ്പെടുവോ? ഇല്ല. കാരണം ഉൾപ്പെടണമെങ്കിൽ ഇവിടെ എന്ത് വരണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരണം. ഓക്കെ, അതായത് -1/2ക്കും 9/2നും ഇടയിലുള്ള ഇന്റിജേഴ്സ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? അതായത് -½ ആൻഡ് 9/2 എന്ന് വെച്ചാൽ 4.5. ഏതൊക്കെ വരും? 0 വരാം. അതായത് -1/2 കഴിഞ്ഞിട്ട് 0 വരാം. പിന്നെ 1 വരാം, 2, 3, 4. കാരണം 9/2 എന്ന് വെച്ചാൽ 4.5 ആണ്, 4.5 ആണ്. അപ്പൊ അതിനിടയിലുള്ള ഇന്റിജേഴ്സ്
പോസിറ്റീവ് നമ്പർ 0, ഒരു നെഗറ്റീവ് നമ്പറും ഇല്ല. Okay, third question. C equal to the set of all x such that x is an integer and x square less than or equal to 4. x നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു ഇന്റിജർ ആണ്. ഏത് വാല്യൂ വരാം, നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, 0 വരാം. അതായത് 4ഓ അതിൽ കുറവോ ആയ നമ്പേഴ്സ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. കണ്ടീഷൻ ഇതാണ്, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് 4ഉം അതിൽ കുറവോ ആയ ഏത് നമ്പേഴ്സ് എടുക്കാം ഈ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, -2 കൊടുക്കണം. അപ്പോൾ -2 സ്ക്വയർ എന്താണ്, 4 ആണ്. സോ നമുക്ക് എന്താ -2 സ്ക്വയർ കൊടുക്കാം. -2 സ്ക്വയർ എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അതായത് 4 തന്നെയാണ്. ഇനി -2 കഴിഞ്ഞ അടുത്ത നമ്പർ എന്താണ്, -1. -1ന്റെ സ്ക്വയർ എത്രയാണ്, 1 ആണ്. 1 4നേക്കാളും കുറവാണോ, ആണ്. അടുത്തത് 0 സ്ക്വയർ 0 തന്നെ. 0 4നേക്കാളും കുറവല്ലേ, ആണ്. 1 കൊടുക്കുവാണ്. 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1, 4നേക്കാളും കുറവാണ്. നെക്സ്റ്റ് 2 സ്ക്വയർ ഈക്വൽ ടു 4 തന്നെയാണ്. 3 എടുക്കാൻ പറ്റുമോ നോക്കിയേ. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 ആണ്. 4നേക്കാളും കുറവാണോ, അല്ല. അപ്പൊ ഏതൊക്കെയാണ് വരിക, -2, -1, 0, 1 and 2. Okay, next one. D equal to the set of all x such that x is a letter in the word loyal. അതായത് ലോയൽ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സ് പറഞ്ഞു. ഇതിൽ എന്താണ് സെറ്റ് എഴുതുമ്പോൾ റിപ്പീറ്റേഷൻ അലോഡ് അല്ല. സോ ഏതൊക്കെയാണ് വരിക, L, O, Y and A. E question. The set of all, E equal to the set of all x such that x is a month of a year not having 31 days. അതായത് x എന്ന് പറയുന്നത് എന്താണ്, ഒരു മാസമാണ്, അല്ലെ ഒരു മന്ത് ആണ്. 31 ഡേയ്സ് ഇല്ലാത്ത, 31 ദിവസങ്ങൾ ഇല്ലാത്ത മാസം. 31 ദിവസങ്ങൾ ഇല്ലാത്ത മാസങ്ങൾ ഏതൊക്കെയായിരിക്കും, ഒന്ന് നോക്കിയേ. നിങ്ങൾക്കറിയാം, എന്താണ്, കൈവച്ചിട്ടില്ലേ 31 നോക്കുന്ന ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്, അത് നോക്കിയാൽ മതി. ഏതൊക്കെ വരാം, സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ ആൻഡ് ഫെബ്രുവരി. And the last question, F equal to the set of all x such that x is a consonant in the English alphabet which precedes K. X is a consonant in English alphabet. എന്താ ഈ കോൺസണന്റ് എന്ന് വെച്ചാല്, എന്താണ് ഈ വവൽസ് എന്ന് വെച്ചാല്, അത് എല്ലാവർക്കും അറിയാം. കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് വവൽസ്. AEIOU, അതാണ് വവൽസ്. ആ വവൽസ് അല്ലാതെ എല്ലാ ആൽഫബറ്റ്സിനും പറയുന്ന പേരാണ് കോൺസണൻസ്. ഓക്കെ, വവൽസ് അല്ലാതെ എല്ലാ ആൽഫബറ്റ്സും പറയുന്ന പേരാണ് കോൺസണൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് ഈസ് എ കോൺസണന്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് പ്രസീഡ്സ് കെ. പ്രസീഡ്സ് കെ എന്ന് വെച്ചാൽ ബിഫോർ കെ, കെക്ക് മുന്നിലായിട്ടുള്ള കോൺസണൻസ്. പ്രസീഡ്സ് എന്ന് വെച്ചാൽ ബിഫോർ, സക്സീഡ്സ് എന്ന് വെച്ചാൽ ആഫ്റ്റർ. ആ രണ്ട് അതുകൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. പ്രസീഡ്സ് എന്ന് വെച്ചാൽ മുന്നേ ഉള്ളത്, അതായത് കേക്ക് മുന്നേ വരുന്നത്, ബിഫോർ. ആൻഡ് സക്സീഡ്സ് എന്ന് വെച്ചാൽ കേക്ക് ശേഷം വരുന്നത്, ആഫ്റ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് പ്രസീഡ്സ് കെ ആണ്, അതായത് കേക്ക് മുന്നിൽ വരുന്ന കോൺസണൻസ് ഏതൊക്കെ വരും, ബി, സി, ഡി. ഇ എന്താണ്, വവലാണ്, പറ്റില്ല. എഫ്, ജി, എച്ച്, ഐ വരുമോ, ഇല്ല, വവലാണ്. ദെൻ ജെ, കെ വരുമോ, ഇല്ല, കെക്ക് മുന്നിലാണ്, അപ്പൊ കെ ഇൻക്ലൂഡഡ് അല്ല. സോ ഇതാണ് കോൺസണൻസ് അല്ലെങ്കിൽ വവൽസ് എന്ന് പറയുന്നത്. ഈ ഒരു നെയിം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ലെറ്റ്സ് ടേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6th one. Match each of the set on the left in the roster form with the same set on the right described in set builder form. അതായത് ലെഫ്റ്റിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട്, റൈറ്റിൽ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, സെറ്റ് 1, 2, 3, 6 ആണ്. നോക്കിയേ, സെക്കൻഡ് ബി കോളത്തിൽ ഏതാണ് ഈ ആൻസർ കിട്ടുന്നത്,
First, x is a prime number and a divisor of 6. X is a prime number and a divisor of 6. X ഒരു prime number ആണ്. അതേസമയം 6ന്റെ divisor അല്ലെ ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? 2ഉം 3 വരുള്ളൂ. സോ നമുക്ക് പറയാം 2, 3. അതായത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഏതിന് മാച്ച് ആണ്? എക്ക് മാച്ച് ആണ്. ഇനി ബി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നോഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അതായത് 10ൽ കുറവായ ഒറ്റ സംഖ്യകൾ. ഏതൊക്കെയാ 10ൽ കുറവായ ഒറ്റ സംഖ്യകൾ? 1, 3, 5, 7, 9. സോ ഫോർത്ത് വൺ ഏതുമായിട്ട് മാച്ച് ആണ്? ബി യുമായിട്ട് മാച്ച് ആണ്. ഇനി സി, the set of all x such that x is a natural number and divisor of 6. x ഒരു നാച്ചുറൽ നമ്പർ ആണ്, അതേസമയം എന്താണ്? 6ന്റെ ഡിവൈസറും ആണ്. സോ ആറിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ആറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 6. അതായത് ഒന്നും അതേ നമ്പറും അതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. പിന്നെ ആറിന്റെ ഘടകങ്ങളിലെ ഫാക്ടേഴ്സ് ഏതാ? 2, 3. അപ്പൊ ഏതാണ് വരുന്നത്? 1 സി യു ആയിട്ട് മാച്ച് ആവും. ലാസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കണ്ണടച്ച് എഴുതാൻ പറ്റും, കാരണം ഇത് മാത്രം നമുക്ക് ഡയറക്റ്റ് മാച്ച് പറയാം. സോ ആൻസേഴ്സ് എന്താണ്? ഫസ്റ്റ് വൺ സി, സെക്കൻഡ് വൺ എ, തേർഡ് വൺ ഡി ആൻഡ് ഫോർത്ത് വൺ ബി യു ആയിട്ട്. അപ്പോൾ ഇതോടുകൂടി സെറ്റ്സിലെ ഫസ്റ്റ് എക്സസൈസ് 1.1 എക്സസൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.